ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് ഒത്തിരി ആളുകൾ ഇപ്പോൾ എൻ്റെ മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ EFT എന്ന് പറയുന്ന ഈ ഒരു അത്ഭുത ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി മാറ്റം കൊണ്ടുവന്ന ആളുകളുടെ അനുഭവങ്ങൾ കേട്ടുകൊണ്ടോ അതുമല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ചില ആളുകൾക്ക് ഈ ഒരു ടൂളിനെ കുറിച്ച് അറിയുവാനുള്ള കൗതുകം കൊണ്ടോ ആയിരിക്കാം ഇത്രയും ആളുകൾ ഇന്ന് തടിച്ചുകൂടിയത്. ഞാനൊരു ചെറിയ ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷനോട് കിടക്കാം. ഒരു വ്യക്തി തൻ്റെ ലൈഫിൽ അഭൂതപൂർവമായ ഒരു വളർച്ചയുണ്ടായി. അദ്ദേഹം ഒരു ഓർഡർ കിട്ടുകയും അതിൽ നിന്ന് വീണ്ടും വീണ്ടും ഓർഡർ കിട്ടുകയും അങ്ങനെ ഒത്തിരി പണമുണ്ടായി. അദ്ദേഹം വലിയൊരു വീടുണ്ടാക്കി. ആ ഭവനമുണ്ടാക്കി, മനോഹരമായ വീട്, അദ്ദേഹത്തിന്റെ സ്വപ്നതുല്യമായ വീട്. അങ്ങനെ വീണ്ടും അദ്ദേഹത്തിന് ഒത്തിരി പണമുണ്ടായി. അതിൽ നിന്ന് മാറണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ദിവസം രാവിലെ ആ വീട് അഗ്നിക്കിരയായി. വീട് അഗ്നിക്കിരയ്ക്ക് ഇരയായതോടുകൂടി അദ്ദേഹത്തിന്റെ സമനില തെറ്റി. അദ്ദേഹം പുറത്തു നിന്നുകൊണ്ട് കരയുകയാണ്, എന്തെന്നില്ലാത്ത വിഷമം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കരയേണ്ടതില്ല, കാരണം ഈ വീട് ഞാൻ ഇന്നലെ ഒരു പാർട്ടിക്ക് അത് വിറ്റു, അതിൽ അഗ്രിമെന്റ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീട് ഇപ്പോൾ നമ്മുടേതല്ല. അതുകൊണ്ട് അച്ഛൻ ഒട്ടും വിഷമിക്കേണ്ട, കരയേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ ഇദ്ദേഹം വളരെ സന്തോഷിച്ചു, ഒരു സമാധാനമായി. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ അവിടെയുള്ള കാഴ്ചപ്പാട് മാറി. അതുവരെ മനമുരുകി കരഞ്ഞിരുന്ന ആ മനുഷ്യൻ കുറച്ച് ആശ്വാസത്തിലോട് പോയി. തൻ്റേതല്ലല്ലോ ഈ കത്തുന്നത് എന്ന രൂപത്തിൽ അദ്ദേഹം മാറി നിന്നുകൊണ്ട് മറ്റൊരു മാനസികാവസ്ഥയിൽ അവിടെ നിന്നു. അപ്പോഴാണ് രണ്ടാമത്തെ മകൻ വന്നുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛാ, നമ്മൾ അങ്ങനെ സമാധാനിക്കാൻ വരട്ടെ, എന്താ സംഭവം ചോദിക്കുകയാണെങ്കിൽ അതിന്റെ അഡ്വാൻസ് പേയ്മെന്റ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. സൗണ്ട് ഇല്ല, സൗണ്ട് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഒന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടോ ഇല്ലേ? എസ് ഓർ നോ, പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. ഓക്കെ, അപ്പോ ടൈപ്പ് ചെയ്താൽ മാത്രം മതി, ഡോണ്ട് ടോക്ക്. അപ്പോഴേ ഇതിൽ കേൾക്കൂ, ടൈപ്പ് ചെയ്താൽ മതി. ശരി, വളരെ സന്തോഷം. അപ്പൊ രണ്ടാമത്തെ മകൻ പറഞ്ഞു, അതിന്റെ അഡ്വാൻസ് പേയ്മെന്റ് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ, അതിന്റെ ഫുൾ പേയ്മെന്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കച്ചവടം ഒഴിയുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മനസ്സ് വീണ്ടും നീറിപ്പുകഞ്ഞു, ആകെ അസ്വസ്ഥമായി എന്ന് മാത്രമല്ല, നേരത്തെക്കാളും ആളിക്കത്താൻ തുടങ്ങി. ഇത് തൻ്റേത് തന്നെയാണ്, ആ വ്യക്തി അഡ്വാൻസ് മാത്രമേ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഏത് സമയവും ഈ കച്ചവടം ഒഴിഞ്ഞു പോവാം. അദ്ദേഹം വീണ്ടും ടെൻഷനിലായി. അപ്പോഴാണ് മൂന്നാമത്തെ മകൻ ഒരു ഫോൺ കോൾ ചെയ്തുകൊണ്ട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കേണ്ടതില്ല, നമ്മുടെ വീട് വാങ്ങിയ ആ ആളുടെ ഓഫീസിൽ നിന്നാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അതിന്റെ മുഴുവൻ തുക ഇപ്പോൾ എൻ്റെ കൈവശം തന്നു. ആ വീട് അദ്ദേഹത്തിന് വേണം, അത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, അത് കത്തിയത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷിച്ചു. കാരണം ഈ വീട് പൊളിച്ച് അവിടെ റിസോർട്ട് ഉണ്ടാക്കണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്രോപ്പർട്ടി വില കൊടുത്തു വാങ്ങിയത്. ഈ ഒരു സംസാരം കേട്ടപ്പോഴേക്കും അവിടെ അവസ്ഥ വീണ്ടും മാറി. അപ്പോ ഒരു മനുഷ്യന്റെ മനസ്സ് 3 സമയത്തിലും 3 രൂപത്തിൽ പ്രതികരിച്ച ഒരു രൂപമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതേപോലെ തന്നെ മറ്റൊരു മിസ്റ്റേക്ക് അദ്ദേഹത്തോട് പോയി പറഞ്ഞു, നിങ്ങളുടെ സമ്പത്ത് മുഴുവനും കടലിൽ തകർന്നിരിക്കുന്നു, കപ്പൽ തകർന്ന സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അല്പനേരം മൗനം പാലിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞു. ആളുകൾക്കൊന്നും മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞപ്പോ അതേ ആളുകൾ തന്നെ വിളിച്ചു എന്നുകൊണ്ട് പറഞ്ഞു, മുങ്ങിയ കപ്പൽ അത് റിക്കവറായി, അത് സുരക്ഷിതമായി ഇപ്പോൾ കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ഭയപ്പെടേണ്ടതില്ല, ഒരു സ്വത്തും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ അദ്ദേഹം അല്പനേരം മൗനം പാലിച്ച് പിന്നീട് പറഞ്ഞു, ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ രണ്ട് സംഭവങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ആദ്യത്തെ ആൾ വൈകാരികമായി പ്രതികരിച്ചപ്പോ രണ്ടാമത്തെ ആൾ ശാന്തനായി. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾക്ക് ലൈഫിൽ
വളരെ വളരെ വലിയ, അതായത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും അത് വലിയ പർവ്വതമായിട്ട് തോന്നുവാനും, അതേപോലെ തന്നെ വലിയ ഒരു ഇഷ്യൂ ഉണ്ടായാലും അതിനെ യാതൊരു രൂപത്തിലും ഏശാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യുവാനും സാധിക്കുന്ന രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഞാൻ എന്തിനാണ് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഉള്ള ഒരു മനസ്സുണ്ട്, ഉപബോധ മനസ്സ്. ഈ ഉപബോധ മനസ്സെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അകത്തുള്ള ഈ ഒരു സ്റ്റോർ ഹൗസ്, ഈ സ്റ്റോർ ഹൗസിൽ ഉള്ളതിനേക്കാളും ഒരു ചില്ലിക്കാശ് പോലും ഒരു വ്യക്തിക്ക് അധികമായിട്ട് സമ്പാദിക്കുവാൻ കഴിയില്ല. ഈ ഉപബോധ മനസ്സെന്ന് പറയുന്ന ഈ കലവറയിൽ ഉള്ളതിനേക്കാളും എന്തെങ്കിലും അല്പം ജീവിതം മെച്ചപ്പെടുത്തുവാൻ ഒരു വ്യക്തിക്ക് സാധ്യമല്ല. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഉപബോധ മനസ്സിനെ കുറിച്ച് വളരെ കുറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാം. എന്താണ് ഓരോ വ്യക്തിയുടെയും അകത്ത് എന്താ പറയാ സന്നിവേശിക്കപ്പെട്ടത്, അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തിനാണ് EFT എന്നത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. EFTയുടെ അത്ഭുതങ്ങൾ കേട്ടുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ തടിച്ചുകൂടിയത്. എനിക്കറിയാം ഒത്തിരി ആൾക്കാർ തടിച്ചുകൂടിയത് ഈ ഒരു അത്ഭുതം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് EFT? എന്തുകൊണ്ട് ഇതുകൊണ്ട് ആളുകൾ ഇത്രയും മാറ്റം ഉണ്ടാവുന്നു? എന്തുകൊണ്ട് വേദനകൾ കുറയുന്നു? എന്തുകൊണ്ട് തലവേദന ഇല്ലാണ്ടാകുന്നു? എന്തുകൊണ്ട് കുടുംബ പ്രശ്നം മാറുന്നു? എന്തുകൊണ്ട് സമാധാനം ഉണ്ടാവുന്നു? എങ്ങനെ സ്ട്രെസ് ഒഴിവാകുന്നു? എങ്ങനെ ശാന്തി ഉണ്ടാവുന്നു? സന്തോഷം ഉണ്ടാവുന്നു? എന്നൊക്കെ അറിയാൻ വേണ്ടി തടിച്ചു കൂടിയവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയി പഠിച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് കടക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അകത്തുള്ള സ്റ്റോർ ഹൗസ്, ഈ സ്റ്റോർ ഹൗസിൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതിന്റെ ഉള്ളിൽ ഒരുപാട് വൈകാരികതകൾ ഓരോ ഫോൾഡറിലായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇമോഷൻസുകൾ, ഫീലിങ്ങുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയ പ്രായം മുതൽ ഈ ഒരു നിമിഷം വരെ നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ കടന്നു പോയിട്ടുള്ള ഓരോ വികാരങ്ങളും അവിടെ അടിയായിട്ട് ഫോൾഡറിലായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസ് അവിടെ കൃത്യമായ രൂപത്തിൽ അവിടെ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ, ഒരുപക്ഷെ നമ്മൾ ഒരു ബിസിനസ് ചെയ്തതിൽ പരാജയപ്പെട്ട അനുഭവമായിരിക്കാം, അതുമല്ലെങ്കിൽ വേറെ രൂപത്തിൽ ഏതെങ്കിലും ആളുകൾ നമ്മളെ വഞ്ചിച്ചതാവാം, അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പരാജയങ്ങളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ നമ്മളെ കുറ്റം പറഞ്ഞതായിരിക്കാം, അതല്ലെങ്കിൽ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് പരാജയപ്പെടുകയും ആളുകൾക്കിടയിൽ ഇൻസൾട്ട് ആകപ്പെട്ടൊരവസ്ഥയിൽ നമ്മൾ അകപ്പെട്ടതാവാം. അത് നമ്മുടെ ഉപബോധ മനസ്സിൽ അങ്ങനെ തന്നെ ഫോൾഡറിലായിട്ട് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മനുഷ്യന്റെ അയാളെ കുറിച്ച് തന്നെ ഉള്ള ഇമേജ്, സെൽഫ് ഇമേജ്, താൻ ഇങ്ങനെയൊക്കെയാണ്, തനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ, തൻ്റെ ലൈഫ് ഇങ്ങനെയാണ് എന്ന് ഒരാൾ സ്വയത്തെക്കുറിച്ച് ചിന്തിക്കുക, സ്വയത്തെക്കുറിച്ച് കാഴ്ചപ്പാട്, സ്വയത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തിയുടെ ഇമേജ്. ഉദാഹരണമായിട്ട് ചില ആളുകൾ ഏതെങ്കിലും സദസ്സിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഒരു സ്വാഗത പ്രഭാഷണം പറയാൻ വേണ്ടി പറയും. അദ്ദേഹം പറയും, ഞാൻ ഇതിന് യോഗ്യനൊന്നും അല്ല, ഐ ആം നോട്ട് ഓക്കെ, ഞാൻ ഒരു കൊള്ളുന്നവനല്ല. അയാളെ കുറിച്ചുള്ള ഇമേജ് അതാ. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു 2 വാക്ക് നന്ദി പറയൂ എന്ന് പറഞ്ഞാൽ ഞാനിതിന് യോഗ്യനല്ല. അതായത് അയാളെ കുറിച്ചുള്ള ഇമേജ്. ഒരു സദസ്സിൽ കയറി വരുന്ന സമയത്ത് അയാൾ ഇരിക്കുന്നത് ഒരുപക്ഷെ ഏറ്റവും പിന്നിലായിരിക്കും. ഏതെങ്കിലും വലിയ ഒരാളെ കാണുമ്പോഴേക്കും അയാൾക്ക് ജർക്കിങ് വരും, ഫീലിംഗ് വരും, പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മാനസികമായിട്ട് ഒരു 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 എഫേർട്ട് കിട്ടില്ല, ഒരു ഉറപ്പ് കിട്ടില്ല. എന്താ കാരണം? അയാളെ കുറിച്ചുള്ള ഇമേജ്. ഈ ഇമേജ് അവിടെ അദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സിലുണ്ടാവും, അവിടെ തന്നെ കിടക്കും. അതേപോലെ തന്നെ പെർസെപ്ഷൻ, ഒരാളുടെ ഓരോ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്, പെർസെപ്ഷൻ. നമ്മൾ കഴിഞ്ഞൊരു സെഷൻസ് അതുമായി ബന്ധപ്പെട്ടൊക്കെ ഡീപ്പായിട്ട് പഠിച്ചിട്ടുള്ള ഒരു പക്ഷേ കേട്ട ആൾക്കാർക്ക് അറിയാം. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്. ഓരോ വിഷയത്തിനും ഓരോ കാഴ്ചപ്പാടുണ്ടാവും ഒരു വ്യക്തിക്ക്. ഏതൊരു കാര്യം ഉണ്ടാവുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട്, ഈ പെർസെപ്ഷൻ കിടക്കുന്നത് ഒരു വ്യക്തിയുടെ ഉപബോധ മനസ്സിലാണ്. അതേപോലെ തന്നെ ചൈൽഡ്ഹുഡ് മോഡൽ, അതായത് ചെറിയ പ്രായത്തിൽ പാവപ്പെട്ടവനായി തന്റെ കുടുംബത്തെ കണ്ടു, തന്റെ ഫാദറിനെ കണ്ടു, തന്റെ മദറിനെ കണ്ടു, തന്റെ അങ്കിളിനെ കണ്ടു എങ്കിൽ ആ മോഡൽ. പണക്കാരനായിട്ട് കണ്ടു എങ്കിൽ ആ മോഡൽ. വിജയിച്ചവനായി കണ്ടു എങ്കിൽ ആ മോഡൽ. പരാജയപ്പെട്ടവനായി കണ്ടു എങ്കിൽ ആ മോഡൽ. എപ്പോഴും ദുഃഖിതനായി തന്നെ കണ്ടു എങ്കിൽ ആ മോഡൽ. അപ്പോ
ഒരു വ്യക്തിയുടെ ഉപബോധ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു മനുഷ്യന്റെ ഉപബോധ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഉപബോധ മനസ്സിൽ ഉള്ള ഈ ഒരു കാര്യം ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇത് ഒരിക്കലും ഒരാൾ സ്വയം ചിന്തിച്ച് സ്വയമായിട്ട് അവിടെ ഇൻസേർട്ട് ചെയ്ത് നിറച്ച അനുഭവങ്ങളല്ല. നമ്മുടെ ചെറിയ പ്രായം മുതൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ, നമ്മുടെ യാതൊരു പങ്കുമില്ലാതെ, നമ്മുടെ യാതൊരു ഇടപെടലുമില്ലാതെ സറൗണ്ടിങ്സിൽ നിന്നും വ്യക്തികളും സാഹചര്യങ്ങളുമായിട്ട് നമ്മിലേക്ക് വരപ്പെട്ട സംഭവമാണ് ഈ പറയപ്പെട്ട ഉപബോധ മനസ്സിൽ കുത്തി നിറക്കപ്പെട്ട ഫീലിങ്ങുകളും അതേപോലെ തന്നെ അനുഭവങ്ങളും ചൈൽഡ്ഹുഡ് മോഡലും. അതേപോലെ തന്നെ അതിൻ്റെ ഒക്കെ ഫലമായിട്ട് നീ കൊള്ളുന്നവനല്ല, നീ ഇത്രേ ഉള്ളൂ എന്നൊക്കെ ഉള്ള നിരന്തരമായ വാക്കുകൾ കേട്ട് നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കി വെച്ച സെൽഫ് ഇമേജ്, ഇതെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതൊന്നും നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇടപെടലിന്റെ ഫലമായിട്ട് ഉണ്ടായതല്ല. അപ്പോ നമ്മൾ തിരിച്ചറിയേണ്ടത്, അങ്ങനെ നമ്മുടെ സ്വതന്ത്രമായ ഇടപെടൽ കൊണ്ട് ഉണ്ടായതല്ല എങ്കിൽ ഈ സംഭവം ആ വ്യക്തിക്ക് അറിയോ? ആ വ്യക്തിക്ക് അറിയില്ല. എന്റെ സ്വതന്ത്രമായ ഇടപെടൽ കൊണ്ട് ഉണ്ടായതല്ല ഇത്, വേറെ ഒരുപാട് ആളുകൾ സാഹചര്യത്തിൽ നിന്നും അതേപോലെ തന്നെ വിദ്യാലയത്തിൽ നിന്നും ചെറിയ പ്രായ അനുഭവത്തിൽ നിന്നൊക്കെ എന്റെ ഉള്ളിൽ സന്നിവേശിപ്പിക്കപ്പെട്ട ഈ കാര്യമൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് എന്റെ മനസ്സിലോട്ട് ഇൻസേർട്ട് ചെയ്തതല്ല എന്ന് ഈ വ്യക്തിക്ക് ഒരു കാലത്തും അറിയില്ല. പക്ഷേ അങ്ങനെ ഇൻസേർട്ട് ചെയ്യപ്പെട്ട ഈ പ്രോഗ്രാം, ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ ബേസിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുകയുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നിലവിൽ നമ്മുടെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രൂപത്തിലുള്ള പ്രോഗ്രാമിന്റെ ബേസിൽ മാത്രമേ ഒരു വ്യക്തിക്ക് സംസാരിക്കാൻ പറ്റൂ. എ പേഴ്സൺ ക്യാൻ ഓൺലി തിങ്ക് ബേസ്ഡ് ഓൺ ദി സോഫ്റ്റ്വെയർ. അപ്പോ അദ്ദേഹത്തെ കുറിച്ചുള്ള സെൽഫ് ഇമേജ് എന്താണ്? ഞാൻ ഒരു ബിസിനസ്സും ചെയ്തൊരു കാര്യമില്ല, വിജയിക്കില്ല, എന്റെ കാലുവേദന മാറില്ല, എന്റെ തോള് വേദന മാറില്ല, എന്റെ കുട്ടികൾ നന്നാവില്ല, എന്റെ ഭാര്യ പറഞ്ഞാൽ കേൾക്കില്ല. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും. അതുപോലെ തന്നെ പണത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താ? പണം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല. പണം ലഭിക്കണമെങ്കിൽ അതിനൊരു ഭാഗ്യം വേണം. ഇങ്ങനെ ഒട്ടും യുക്തമല്ലാത്ത, അതല്ലെങ്കിൽ ഒട്ടും സ്വതന്ത്രമായി അദ്ദേഹം പഠിച്ചതോ അനുഭവിച്ചതോ ആയിട്ടുള്ള അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ലാതെ മറ്റുള്ളവരാൽ നിറക്കപ്പെട്ട ഈ സോഫ്റ്റ്വെയർ അനുസരിച്ച് മാത്രമേ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. സത്യത്തിൽ ഇത് എന്താ പറയാ, ഈ ഒറ്റ കാരണം കൊണ്ട് ആ വ്യക്തി ചെയ്യുന്നെന്താ ചോദിക്കുകയാണെങ്കിൽ, അയാൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അയാൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ വ്യക്തി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ ബുദ്ധിയും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടും മറ്റുള്ളവരുടെ ചിന്തയും പേറിയാണ്, അല്ലെങ്കിൽ അതിന്റെ ബേസിലാണ് ആ വ്യക്തി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ റിപ്പീറ്റ്, റിയലി ഒരു മനുഷ്യൻ അവന്റെ ഉള്ളിലുള്ള പ്രോഗ്രാമിംഗ് അനുസരിച്ച് മാത്രമേ ചിന്തിക്കൂ. അതിനപ്പുറമോ ഇപ്പുറമോ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ആ വ്യക്തിക്ക് സാധ്യമല്ല. ഈ പ്രോഗ്രാമിംഗ് ആവട്ടെ അയാൾ ബോധപൂർവം കൊണ്ടുപോയി സന്നിവേശിപ്പിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഇപ്പോൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടും ചിന്തയും അനുസരിച്ചാണ്. കാൻ യു അഗ്രി വിത്ത് മീ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. നിങ്ങൾ ഞാനുമായിട്ടൊരു റാപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കാൻ യു അഗ്രി വിത്ത് മീ? ഒരു വ്യക്തിയും അയാളുടെ സ്വതന്ത്രമായ കാഴ്ചപ്പാടോട് കൂടിയല്ല ജീവിക്കുന്നത്. മറ്റുള്ളവരിൽ നിറക്കപ്പെട്ട ഈ സോഫ്റ്റ്വെയറിന്റെ ബേസിലാണ് ഓരോ വ്യക്തിയും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഈ ഒരു സത്യം ഈ മനുഷ്യൻ മനസ്സിലാക്കില്ല. ഹി കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് റോങ് വേ. അതായത് ഇപ്പോൾ താൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തെറ്റായ വഴിയിലൂടെയാണ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുകയുമില്ല. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ ശ്രദ്ധിക്കണം, ഈ ഭാഗം വളരെ ശ്രദ്ധിക്കണം, ആയത്തിൽ ശ്രദ്ധിക്കണം. ആ വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വികാരം, ചിന്ത ഈ പ്രോഗ്രാമിന്റെ ബേസിലായതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറെക്കുറെ
ഈ പ്രോഗ്രാമിന്റെ ബേസിലായിരിക്കും നീങ്ങുക, ചിന്തിക്കുക, സംസാരിക്കുക, ആൾക്കാരോട് ഇടപഴകുക. അപ്പൊ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ, വാട്ട് ഹി ഫോക്കസ് ഓർ തിങ്ക് മോർ ടൈം, മച്ച് ടൈം. എന്താണ് ഒരു വ്യക്തി അധിക സമയത്തും എങ്ങോട്ടേക്കാണോ ഫോക്കസ് ചെയ്യുന്നത്, എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്, അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ സംഭവിക്കുന്ന സമയത്ത് അവർ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയിട്ട് ദൈവത്തോട് പരാതി പറയും. പരാതി പറഞ്ഞ് ഇറങ്ങിയാലും അയാൾ ചിന്തിക്കുന്നത് ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ അനുസരിച്ച് മാത്രമാണ്. അയാൾ എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉള്ളിലുള്ള സോഫ്റ്റ്വെയറിന്റെ ബേസിലാണ്. അങ്ങനെ സംഭവിക്കുമ്പോ അവർ നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് വരും. അതിൽ ഒരു ആറ്റത്തിന്റെ തൂക്കം കുറയുകയുമില്ല, ഒരാറ്റത്തിന്റെ തൂക്കം അധികമാവുകയുമില്ല. വാട്ട് ഹി ഫോക്കസ് ഓർ തിങ്ക് മോർ ടൈം, ഇറ്റ് വിൽ കം ടു ഹിസ് ലൈഫ്. ഇത് തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരും. ഇറ്റ്സ് ഓൺലി വെൽക്കം. ഇത് മാത്രമേ വരൂ, നോട്ട് മോർ നോട്ട് ലെസ്. അല്പം പോലും കൂടുതലുമില്ല, അല്പം പോലും കുറവുമില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രശ്നത്തിൽ നിന്നും പ്രശ്നത്തിലോട് പോകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം കണ്ണ് തുറക്കണം. ഈ ഒരു സെഷൻ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കണം. ഇതൊക്കെ കേട്ടിട്ടും നമുക്ക് ഒന്ന് മാറി ചിന്തിക്കുവാൻ, അതായത് ലൈഫ് റോങ് വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ, നമ്മുടെ അകത്തെ ലോകത്തെ അല്ലെങ്കിൽ അകത്തെ മനസ്സ്, ഉപബോധ മനസ്സ് റോങ് ആയിട്ട് പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സംശയാഭിഷേകത്തിനില്ല. അതുകൊണ്ടാണ് അടിക്കടി പരാജയം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഷാജി എന്ന് പറയും. ഞാനും അദ്ദേഹം ഒത്തിരി കാലമായി സൗഹൃദത്തിലാണ്. അദ്ദേഹം 3 തവണ ആക്സിഡന്റ് ആയത് എനിക്കറിയാം. ഇന്ന് ഞാന് അദ്ദേഹത്തിന്റെയും എന്റെയും ഒരു പൊതു സുഹൃത്തിനെ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, ഷാജിയുടെ വിശേഷം ചോദിച്ചു. പറഞ്ഞു, ഷാജി ആക്സിഡന്റ് ആയി കിടക്കുക, 4ഓ 5ഓ തവണയായി ആക്സിഡന്റ്. ഉപബോധ മനസ്സിൽ ഉള്ള മാപ്പിനനുസരിച്ച് മാത്രമേ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. മനസ്സിലായോ? എന്റെ ഫാദറിന് ക്യാൻസർ ഉണ്ടായിരുന്നു, ഫാദറിന് ക്യാൻസർ ആയിരുന്നു. എനിക്കും ഇത് വരുമോ? അപ്പൊ ഒരാൾ എപ്പോഴും എവിടെയെങ്കിലും ഒരു വേദന ഉണ്ടാകുന്ന സമയത്ത്, ദൈവമേ, ഇത് അതിന്റെ ലക്ഷണമാണോ? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് എന്ന് വേണ്ട എല്ലാ ജീവിതശൈലി രോഗങ്ങൾ എന്ന് വേണ്ട എല്ലാം. അപ്പോ മൈ ഡിയർ ഫ്രണ്ട്സ്, ആകർഷണ നിയമപ്രകാരം നമ്മൾ ഏതൊന്നിലേക്ക് ഫോക്കസ് ചെയ്യുന്നോ അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ, ഒരു പെർമനന്റ് സൊല്യൂഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ലൈഫ് മാറൂ. 2 കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ചെയ്യണം. ആർ യു റെഡി? യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ്. 2 കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ലൈഫിൽ മാറ്റം ഉണ്ടാവൂ. ഒത്തിരി ആൾക്കാർ ഈ സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ആർ യു റെഡി? പ്ലീസ് ടൈപ്പ്. എല്ലാവരും ടൈപ്പ് ചെയ്ത് പ്ലീസ് ടൈപ്പ്. 2 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവൂ. അതിൽ ഒന്നാമത്തെ കാര്യം, നിലവിലുള്ള നമ്മുടെ മനസ്സിന്റെ പ്രോഗ്രാമിങ്ങിനെ നമ്മൾ പൊട്ടിച്ചു കളയണം. ഇഫ് യു വാണ്ട് ചേഞ്ച് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ, ഇഫ് യു വാണ്ട് ചേഞ്ച് യുവർ ലൈഫ്, യു ഹാവ് ഓൺലി 2 ഓപ്ഷൻ. 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന്, റീപ്രോഗ്രാം യുവർ മൈൻഡ്. നമ്മുടെ നിലവിലുള്ള ഈ ഒരു നമ്മുടേതല്ലാതെ, നമ്മൾ പോലും അറിയാതെ, നമ്മൾ ആരും അറിഞ്ഞിട്ടല്ല, എത്രയോ ആൾക്കാർ വിളിച്ചു പറയാറുണ്ട്, സർ കോടിയിൽ കയറുമ്പോൾ പേടി, അതേപോലെ തന്നെ വെള്ളം കാണുമ്പോൾ പേടി, അതുപോലെ ഒരു സമാധാനവും ഇല്ല സർ, മുഴു സമയവും ടെൻഷൻ തന്നെ.
ബിസിനസ് അടിക്കടി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മക്കളൊന്നും പറയുന്ന വഴിക്ക് പോകുന്നില്ല, ഭാര്യ പറയുന്നത് കേൾക്കുന്നില്ല. മനസ്സിലായില്ലേ? ഭാര്യ പറയുന്നത് കേൾക്കുന്നില്ല എങ്കിൽ എല്ലാ എല്ലാ വർഷവും പ്രശ്നങ്ങൾ തന്നെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ പഠിച്ച തിയറി അനുസരിച്ച്, തിയറി അല്ല, ശാസ്ത്രീയമായ സത്യം അനുസരിച്ച് നമ്മുടെ മനസ്സ് അതിൽ ഉടക്കിയാണ് എപ്പോഴും ഉള്ളത്. മനസ്സിലായില്ലേ? ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഭയപ്പെടാൻ തയ്യാറായാൽ ഭയപ്പെടുത്താൻ ആളുകൾ വരും. നിങ്ങൾ ഭയപ്പെടാൻ തയ്യാറായാൽ ഭയപ്പെടുത്താൻ ആളുകൾ വരും എന്നതുപോലെ നിങ്ങൾ പ്രശ്നം അനുഭവിക്കുവാൻ തയ്യാറായാൽ ബാക്കിയുള്ള ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കാനേ പറ്റൂ. നിങ്ങൾ കുടുംബ പ്രശ്നം അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള, ഒരു പ്രോഗ്രാമിംഗ് ഉള്ള, ഒരു സോഫ്റ്റ്വെയർ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സറൗണ്ടിങ്സിൽ നിന്ന് ആളുകൾ ഡെഫിനറ്റ്ലി അതിനു വേണ്ടി തയ്യാറായിട്ട് വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഭാര്യയെ നന്നാക്കാനല്ല പോവേണ്ടത്, ഭർത്താവിനെ ശരിപ്പെടുത്താനല്ല പോവേണ്ടത്, നാട്ടുകാരെ ശരിപ്പെടുത്താനല്ല പോവേണ്ടത്. അവനവന്റെ അകത്തെ ഉപബോധ മനസ്സിനെ മാറ്റി എഴുതുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഉപബോധ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവും. ആ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചിന്തയും നമ്മുടെ ഫോക്കസും മുഴുവനും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് അതേ സംഭവം തന്നെ ആവർത്തിച്ച് ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോ നിങ്ങൾക്ക് ജീവിതം മാറണമെന്നുണ്ടെങ്കിൽ, ലൈഫിനെ അഴിച്ചു പണിയണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. എന്ത്? ഓപ്ഷൻ നമ്പർ 1, റീപ്രോഗ്രാം യുവർ മൈൻഡ്. നമ്മുടെ അകത്തെ ഉള്ള, നിലവിലുള്ള, നമ്മളെ ഒരിക്കലും തുണക്കാത്ത, പ്രശ്നത്തിൽ നിന്നും പ്രശ്നത്തിലോട് കൊണ്ടുപോകുന്ന ഈ ഒരു സോഫ്റ്റ്വെയറിനെ കംപ്ലീറ്റ്ലി ഉടച്ചു വാർക്കുക, അതിനെ റീവയർ ചെയ്യുക, അതിനെ മാറ്റി പുനഃസ്ഥാപിക്കുക. ഇതാണ് ഓപ്ഷൻ നമ്പർ 1. ഓപ്ഷൻ നമ്പർ 2, അവിടെ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറിനെ പുതുക്കി പണിയുക. അപ്പോ ഒന്ന് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ? അവിടെ ഉള്ളതിനെ എടുത്തു മാറ്റിയെങ്കിൽ അവിടെ വേറെ വെക്കാൻ പറ്റൂ. നിലവിൽ നമുക്ക് ഒത്തിരി ഇഷ്യൂസുകളാണ് ഉള്ളത്. ഉദാഹരണം പറയാൻ, ബിസിനസ് ഒന്നും പച്ചപ്പിടിക്കുന്നില്ല, കുടുംബ പ്രശ്നം, വൈവാഹിക ജീവിതം മനോഹരമായി മുന്നോട്ട് പോകുന്നില്ല, ഭർത്താവുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്നില്ല, ഭാര്യയുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ ശാരീരികമായ വേദന. മനസ്സിലായില്ലേ? അപ്പോ ഇത് ഉപബോധ മനസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിങ്ങിനെ നമ്മൾ ക്ലീൻ ചെയ്യണം, ഒന്നാമത്. രണ്ടാമത്, ആരോഗ്യകരമായിട്ടുള്ള പ്രോഗ്രാമിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. നല്ല കുടുംബ ജീവിതമുള്ള, നല്ല വരുമാനം ലഭിക്കുന്ന, പണം ഉപബോധ മനസ്സിന്റെ പരിധിക്കപ്പുറം ഒരു ചില്ലി ക്യാഷ് പോലും നമുക്ക് കിട്ടില്ല. ഉദാഹരണമായിട്ട്, ഒരു 500 കോടി നമുക്ക് ലഭിക്കണമെങ്കിൽ 500 കോടി വഹിക്കുവാനുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണം. 1 കോടി രൂപ ഒരുമിച്ച് കണ്ടാൽ പോലും ബോധം കെട്ട് വീഴുന്ന ചെറിയ മനസ്സിന്റെ ഉടമകൾക്ക് 1 ലക്ഷം പോലും കയ്യിൽ കിട്ടില്ല. ഉപബോധ മനസ്സിന്റെ ആ ഒരു അളവനുസരിച്ച് മാത്രമേ നമുക്ക് പുറത്ത് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പോൾ നമുക്ക് സമ്പത്തില്ല, സമ്പത്ത് വളരെ കഷ്ടിയാണ്. ഒരു 10,000 കിട്ടും, 12,000 ചെലവാകും, 2,000 വീണ്ടും കടം. ഇതൊക്കെ പ്രോഗ്രാമിംഗ് ആണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ആദ്യം ആ പ്രോഗ്രാമിങ്ങിനെ മാറ്റണം. 10,000 അല്ല, ലക്ഷമല്ല, കോടിക്കണക്കിന് രൂപ പോലും ലഭിക്കുന്ന രൂപത്തിലുള്ള പ്രോഗ്രാമിനെ തിരിച്ച് ഇൻസേർട്ട് ചെയ്യണം. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത്, ഈ കാണുന്ന ടാങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യണം. ഇതിൽ മുഴുവനും കലങ്ങിയ, ഇത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സിനെ ഏത് രൂപത്തിൽ ശുദ്ധീകരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ടാങ്കിൽ നിന്നും വരുന്ന പൈപ്പിലൂടെ, അതായത് പൈപ്പ് തുറന്നാൽ വരുന്ന വെള്ളം ഈ ടാങ്കിലുള്ള വെള്ളമാണ്. സ്വാഭാവികമായിട്ടും ടാങ്കിലുള്ള വെള്ളം കലങ്ങിയതാണെങ്കിൽ, പൊല്യൂട്ടഡ് ആണെങ്കിൽ, പോയിസൺഡ് ആണെങ്കിൽ, പൈപ്പിലൂടെ വരുന്ന വെള്ളവും പൊല്യൂട്ടഡ് ആയിരിക്കും, പോയിസൺഡ് ആയിരിക്കും. ഒരു സംശയമില്ല.
അപ്പൊ ഈ ടാങ്കിനെ ക്ലീൻ ചെയ്യാൻ എന്താ വേണ്ടത്? അതിലുള്ള അതിലുള്ള ചളിവെള്ളം അല്ലെങ്കിൽ മാലിന്യം നിറഞ്ഞ വെള്ളം ഇതിനെ മുഴുവനായിട്ട് പുറത്തോട്ട് ഒഴുക്കി കളയണം, ക്ലീൻ ചെയ്യണം, കഴുകി വൃത്തിയാക്കണം. രണ്ടാമത് എന്ത് ചെയ്യണം? അതിലേക്ക് നല്ല വെള്ളം ഒഴിക്കണം, ശുദ്ധമായ വെള്ളം ഒഴിക്കണം. അപ്പോഴാണ് ടാങ്ക് നിറയും. അപ്പോ അതിന്റെ ഏതൊക്കെ പൈപ്പാണോ അതിൽ ഘടിപ്പിച്ചത് ആ പൈപ്പിലൂടെ ഒക്കെ വരുന്ന വെള്ളം ശുദ്ധമാവും. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സും അതുപോലെ തന്നെയാണ്. നമ്മുടെ മനസ്സിനെ നമ്മളൊരു ടാങ്കുമായിട്ട് ഉപമിക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസവുമില്ല. എന്നാൽ ഈ പൈപ്പിലൂടെ വരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ വായിലൂടെ വരുന്നത്, നമുക്ക് അനുഭവിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിലുള്ള സോഫ്റ്റ്വെയറിന്റെ പിൻബലത്തിൽ മാത്രമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ ടാങ്കിനെ കേടായ ജലം ഒഴിവാക്കി ശുദ്ധമായത് ഒഴിക്കുന്നത് പോലെ നമ്മുടെ ഉപബോധ മനസ്സിലെ കേടായ അല്ലെങ്കിൽ ഉപബോധ മനസ്സിലെ പ്രോഗ്രാമിംഗ് മോശമാണ് എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണം എന്താണ്? നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെ. ഹാപ്പിയായി 24 hours ഹാപ്പിയായി ജീവിക്കുവാനും സമൃദ്ധമായ ധനം കൈവശം വെക്കുവാനും ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും ഏതൊരു വ്യക്തിക്കും സുനിശ്ചിതമായും സാധ്യമാണ്. അത് ഉപബോധ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ടാണ് ചില ആൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല, ചിരിക്കാൻ പോലും പറ്റില്ല. ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞു, സർ ചിരിക്കാൻ പേടിയാണ്, അഥവാ ചിരിച്ചാൽ അടുത്ത നിമിഷം കരയേണ്ടി വരുമോ എന്ന പേടിയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോ ഉപബോധ മനസ്സിലാണ് ഈ പ്രോഗ്രാം. അതുകൊണ്ട് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന പോലെ ഉപബോധ മനസ്സിൽ ക്ലീൻ ചെയ്യണം. Then only you will get new life. എങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ ജീവിതം ലഭിക്കുകയുള്ളൂ, ഹാപ്പിനെസ് ലഭിക്കുകയുള്ളൂ, സമ്പത്ത് ലഭിക്കുകയുള്ളൂ, ബന്ധങ്ങൾ മെച്ചപ്പെടുകയുള്ളൂ. ഈ ടാങ്കിന്റെ അതേ പ്രോസസ് നമ്മുടെ മനസ്സിൽ ചെയ്യണം. ആർ യു റെഡി? പ്ലീസ് ടൈപ്പ്, മൈ ഡിയർ ഫ്രണ്ട്സ്, പ്ലീസ് ടൈപ്പ്. ആർ യു റെഡി? പ്ലീസ് ടൈപ്പ്. പ്ലീസ് ടൈപ്പ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ഉപബോധ മനസ്സിനെ, ഈ രൂപത്തിലുള്ള ഉപബോധ മനസ്സിനെ ക്ലെൻസ് ചെയ്യുവാൻ, അതായത് ഈ രൂപത്തിലുള്ള മാലിന്യമുള്ള അല്ലെങ്കിൽ പ്രശ്ന സങ്കീർണമായിട്ടുള്ള ഈ ഒരു ലൈഫിനെ പൂർണ്ണമായിട്ട് മാറ്റുവാൻ ഒരുപാട് ടൂൾസുകളുണ്ട്. എന്തിനാണ് EFT എന്ന് പറയാൻ വേണ്ടി ഞാൻ എത്രയും പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ശരിക്കും കേൾക്കണം, ആവർത്തിച്ച് കേട്ടു നോക്കാം. There are many tools to program our mind. ഒരുപാടുണ്ട്, ഞാൻ തന്നെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. EFT is one of the best tool. ഹിപ്നോട്ടിസം ഉണ്ട്, NLP ഉണ്ട്, ഒത്തിരി ടൂൾസുകളുണ്ട്. ഈ EFTയിലൂടെ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, EFT 2 രൂപത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. EFT എന്താണ് എന്ന് അറിയാൻ വേണ്ടി വന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. EFT എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ താല്പര്യമുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. EFT 2 രൂപത്തിൽ വർക്ക് ചെയ്യും. ഒന്നാമത്തേത്, ഇതൊരു എനർജി സൈക്കോളജി അനുസരിച്ച് നമ്മുടെ ഉള്ളിലൂടെ ഒഴുകുന്ന പ്രാണ ഊർജമുണ്ട്, പ്രാണൻ, എനർജി. രക്തം ചലിക്കണമെങ്കിൽ അതിന്റെ കൂടെ പ്രാണൻ വേണം, ഇല്ലെങ്കിൽ രക്തം ചലിക്കില്ല. നമ്മൾ മരിച്ചു പോയാൽ ഹാർട്ട്, കിഡ്നി, ലിവർ ഇതൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ പ്രാണനില്ലെങ്കിൽ രക്തം ഒഴുകില്ല, ഹൃദയം അവിടെ നിൽക്കും. ഹൃദയം നിൽക്കുമ്പോഴേക്കും ബാക്കിയുള്ള ശരീരത്തിന്റെ ഭാഗത്തേക്ക് ബ്ലഡ് കിട്ടാത്തതുകൊണ്ട് എല്ലാ അവയവങ്ങളും നിശ്ചലമാവും. അപ്പോ ശരീരത്തിലെ പ്രാണോർജം, എനർജിയെ, അതിന്റെ ബ്ലോക്കുകൾ എല്ലാം ഒഴിവാക്കി സുതാര്യമായി, ഫ്രീ ആയി ഒഴുകുവാൻ EFT സഹായിക്കുന്നു. ഒന്നാമത്തത്. ആ എനർജി ബ്ലോക്കുകൾ, ഉദാഹരണമായിട്ട് എനർജി ബ്ലോക്കുകൾ ഉണ്ടായാലുള്ള പ്രശ്നം എന്താണ്? ഉദാഹരണം, നമ്മുടെ കൈകളിലോട്ട് എനർജി ബ്ലോക്ക് ഉണ്ടാവും, കൈക്ക് പ്രശ്നം ഉണ്ടാവും. എന്തുകൊണ്ടാണ്? EFT ചെയ്യുന്ന സമയത്ത് നിമിഷ നേരം കൊണ്ട് വേദന മാറുന്നത്. എത്രയോ ആളുകൾ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ വരുന്ന സമയത്ത്
നമ്മൾ ആദ്യം തന്നെ അവരോട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് മാറേണ്ടത് എഴുതി തരാൻ വേണ്ടി പറയും. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് മാറേണ്ടത് എന്ന് എഴുതി നൽകാൻ വേണ്ടി പറയും. അതിൽ അധികം ആളുകളും എഴുതുന്നത് സാമ്പത്തിക പ്രശ്നം, ശാരീരിക പ്രശ്നം, കുടുംബ പ്രശ്നം, ടെൻഷൻ, കൈവേദന, കാൽവേദന. EFT കഴിഞ്ഞു പോകുമ്പോഴേക്കും അവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും വേദനകളെല്ലാം സുഖപ്പെടുന്നു. എന്താ കാരണം? എനർജിയുടെ ഫ്ലോ അങ്ങ് ഫ്രീ ആവുന്നു. എനർജിയുടെ ബ്ലോക്കുകൾ അങ്ങനെ ഇല്ലാതെയാകുന്നു. എനർജിയുടെ ബ്ലോക്കുകൾ നമ്മുടെ ശരീരത്തിൽ പ്രാണോർജ യഥേഷ്ടം ഒഴുകുവാനുള്ള വഴി തുറക്കുന്നു. അങ്ങനെ വഴി തുറക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? അതുമായി ബന്ധപ്പെട്ട പ്രശ്നം മാറും. എനർജി ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് നമ്മുടെ ഷോൾഡറിന് പ്രശ്നമുണ്ടെങ്കിൽ അവിടെയുള്ള എനർജി ഫ്ലോ ഒക്കെ ആകുമ്പോൾ ഷോൾഡറിന് വേദന മാറും. നിമിഷ നേരം കൊണ്ട് മാറുന്നു. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ മറ്റൊരു കാര്യം സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇമോഷനാണ്, വൈകാരികതയാണ് എല്ലാത്തിൻ്റെ പിന്നിൽ. ഞാൻ പറഞ്ഞ ആദ്യത്തെ കഥയിൽ കണ്ടില്ലേ നിങ്ങൾ? ഒരു മനുഷ്യന്റെ വൈകാരികത ഓരോ നിമിഷം അനുസരിച്ച് ഇങ്ങനെ മാറി 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 മറിഞ്ഞ ആ കഥ കേട്ടില്ലേ നിങ്ങൾ? അപ്പോ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതൊരു കാര്യവും വൈകാരികതയുമായി അവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഹാപ്പി പാർക്ക് എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരു ഇമോഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാദറിന്റെ പേര് ഉച്ചരിക്കുമ്പോൾ, ഫാദറിനെ ചിന്തിക്കുമ്പോൾ ഒരു ഇമോഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഇമോഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് നല്ലത് ചിന്തിച്ചാൽ ഇമോഷൻ ഉണ്ടാവും, തീയതി ചിന്തിച്ചാൽ ഇമോഷൻ ഉണ്ടാവും. ഇമോഷൻ ഇല്ലാതെ ഒരു പരിപാടിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഉപബോധ മനസ്സിലെ പ്രോഗ്രാമിംഗ് അനുസരിച്ച് നിരന്തരമായി നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് മാത്രമുള്ള ആളുകൾ ഉണ്ടാവും. ഈ എനർജി ഫ്രീ ആയിട്ട് ഒഴുകുന്നതോടുകൂടി ഈ ഇമോഷൻ അങ്ങ് അതിന്റെ ശക്തി അങ്ങ് കുറയും. അതുകൊണ്ടാണ് EFT ചെയ്തതിനു ശേഷം പല ആൾക്കാരും പറയാറുണ്ട്, സാറേ ഞാൻ സാധാരണഗതിയിൽ അത്തരത്തിലുള്ള വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഉടനെ പ്രകോപിതനായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. സാറേ ഇപ്പൊ എനിക്ക് അങ്ങനെ പ്രതികരിക്കാൻ തോന്നുന്നില്ല, എനിക്കിപ്പോ മുമ്പത്തെ പോലെ ദേഷ്യമില്ല. അല്ലെങ്കിൽ ഞാനൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് മറ്റേയാളത് റീഡ് ചെയ്ത് നീല ടിക്ക് കണ്ടാൽ ഉടനെ എനിക്ക് മറുപടി കിട്ടണം. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് മറുപടി തന്നിട്ടില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമുണ്ട്. അപ്പോ EFT ചെയ്യുന്നത് ഈ എനർജി ബ്ലോക്കിനെ നീക്കുന്നു, അതോടുകൂടി ഈ ഇമോഷൻസിനെ ഇല്ലാതെയാക്കുന്നു. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്ന ഈ ടാങ്കിൽ ഓരോ പ്രോഗ്രാമിങ്ങും അല്ലെങ്കിൽ ഓരോ സോഫ്റ്റ്വെയറും ഉള്ളത് ഈ ഇമോഷനുമായിട്ട് അള്ളിപ്പിടിച്ചാണ്. അപ്പോ EFTയിലൂടെ ആ എനർജി ഫ്ലോ ഒഴുകുന്നതോടുകൂടി തന്നെ അതുമായി ബന്ധപ്പെട്ട ഇമോഷൻസ് പോകുന്നു. ഇമോഷൻസ് പോയതിനു ശേഷം പിന്നെ അവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ അവിടെ വളരെ മനോഹരമായി നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ അവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് അത്യധികം സമാധാനം. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, EFTയുടെ സെഷൻസ് കഴിഞ്ഞു പോകുമ്പോ ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് തുല്യമായി, ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത സുഖം. എന്താണ് സന്തോഷം? പല ആളുകൾക്കും എന്താണ് സന്തോഷം എന്നറിയില്ല. എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, സാറേ സന്തോഷം എന്താണ് എന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എന്തുകൊണ്ട് അവിടെ സംഭവിച്ചു? എനർജിയുടെ ഫ്ലോ ഫ്രീ ആയി ഒഴുകി. പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ഉപബോധ മനസ്സിലൂടെ ഇൻസേർട്ട് ചെയ്യപ്പെട്ടു. അപ്പോ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇമോഷൻ ഈസ് ദി ഇൻഗ്രീഡിയൻസ് ഓഫ് എവറിത്തിങ്. എല്ലാത്തിൻ്റെയും കൂടെ ഒരു വൈകാരികത ഉണ്ടാവും. When your energy block remove, നിങ്ങളുടെ ഊർജത്തിന്റെ ബ്ലോക്കിനെ അങ്ങ് റിമൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി യുവർ ഇമോഷൻ വിൽ ബി ക്ലെൻസ്ഡ്. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട്. മനസ്സിലായില്ലേ? മതിൽ പൊളിച്ചതാണ്, അപ്പോ അതുവരുണ്ടായിരുന്ന
മരവും അങ്ങ് വീഴും. നമ്മൾ മരമല്ല മുറിച്ചത്, നമ്മൾ മതിലാ പൊളിച്ചത്. മതിൽ പൊളിച്ചപ്പോ അതിന്റെ കൂടെ ആ മരവും അങ്ങ് കടപഴകി ഒഴുകി വീഴും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സംഭവിക്കുന്നത് when your energy block remove, automatically your emotion will be cleansed. Then your subconscious mind also will be reprogrammed. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് സംഭവിക്കണമെങ്കിൽ ഒരു യാദൃശ്യമായി സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു മിറാക്കിളായി സംഭവിക്കുന്നതല്ല ഇത്. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെല്ലുലാർ മെമ്മറിയിൽ, അതായത് നമ്മുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള സെല്ലുകളിൽ, കോശത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ കെമിക്കൽസിനെ പോലും നമ്മൾ ക്ലെൻസ് ചെയ്യേണ്ടി വരും. ഞാൻ പറയുന്നത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് എന്ന് പറയുന്ന ഈ അത്യത്ഭുതമായിട്ടുള്ള ടൂള് ചെയ്യുന്ന പരിപാടിയും ഇത് തന്നെയാണ്. ഇതാണ് ഏത്, നമ്മുടെ ശരീരത്തിലെ മെറിഡിയൽ പോയിന്റ്സിനെ കൃത്യമായ രൂപത്തിൽ പ്രഷർ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ മെറിഡിയൻ പോയിന്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കേവലം ഒരു 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 ഇത് ചെയ്യുന്നത് മാത്രമല്ല, ഒരു 10 മണിക്കൂറാണ് ഇത്. 3 ലെവലായതിന്റെ സെഷൻ. ബേസിക് ഉണ്ട്, അഡ്വാൻസ് ഉണ്ട്, മാസ്റ്റർ ഉണ്ട്. മിനിമം 10 മണിക്കൂറാണ് ഇതിന്റെ ഒരു പ്രോഗ്രാം. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഈ ഒരു പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ, വൈകുന്നേരം പോകുന്ന സമയത്ത് ഒരാൾക്കും അവിടുന്ന് പോവാൻ തോന്നാറില്ല. കാരണം എനർജി ഫ്ലോ ഫ്രീ ആയി, ഹാപ്പിയായി, ചിരിച്ച് ഉല്ലസിച്ച്, ദൈവമേ ഇത് കഴിഞ്ഞു പോവാണല്ലോ എന്ന രൂപത്തിൽ ചിന്തിക്കുവാനുള്ള കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ കാരണം. അപ്പോ നിങ്ങൾക്ക് എന്താണ് EFT എന്നതിനെ കുറിച്ച് ചെറിയ ഒരു രൂപം കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മുടെ ഉപബോധ മനസ്സിൽ ഉള്ള പ്രോഗ്രാമിംഗ് അനുസരിച്ച് മാത്രമേ ഒരു വ്യക്തിക്ക് പെരുമാറുവാൻ സാധിക്കുകയുള്ളൂ. ഉപബോധ മനസ്സിൽ ഉള്ള പ്രോഗ്രാം ആവട്ടെ, നമ്മൾ ബോധപൂർവം നമ്മൾ പഠിച്ച് ഗവേഷണം നടത്തി ഇത് ശരി ഇത് തെറ്റ് എന്ന രൂപത്തിൽ അവിടെ ഇൻസേർട്ട് ചെയ്യപ്പെട്ടതല്ല. അത് ബൈ സർക്കംചാൻസസ് അത് അവിടെ വന്ന് പിഴപ്പെട്ടതാണ്. മാതാപിതാക്കളും ചുറ്റുപാടും രക്ഷിതാക്കളും നാട്ടുകാരും കൂട്ടുകാരും ടീച്ചേഴ്സും. അപ്പോ ആ ഒരു സോഫ്റ്റ്വെയർ അനുസരിച്ചല്ലാതെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവൻ ചിന്തിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവന്റെ ഏത് പ്രശ്നം മാറണമെങ്കിലും അടിസ്ഥാനപരമായിട്ട് അവന്റെ ഉള്ളിലുള്ള ഈ സോഫ്റ്റ്വെയറിനെ അഴിച്ച് പണിഞ്ഞേ മതിയാവും. അങ്ങനെ അതിനെ അഴിച്ചു പണിഞ്ഞ് പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ ഇന്നുള്ളതിൽ നിന്നും മാറി ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നുള്ളതിൽ നിന്നും മാറിയ നല്ല ഒരു ജീവിതം ഒരു വ്യക്തിക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോ ഉപബോധ മനസ്സിനെ ഈ രൂപത്തിൽ റീപ്രോഗ്രാം ചെയ്യാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ടൂളാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ്. എന്തുകൊണ്ട് ഇത് ഗ്രേറ്റ് ടൂളാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതിലൂടെ സംഭവിക്കുന്നത് 2 കാര്യമാണ്. ഒന്ന്, അവരുടെ ഉള്ളിലുള്ള പ്രാണോർജ അല്ലെങ്കിൽ എനർജി ഫ്രീ ആകുന്നു. അതേപോലെ തന്നെ എന്താ പറയാ, കട്ട പിടിച്ചിരിക്കുന്ന കെണിപ്പുകളിലും മറ്റൊക്കെ അള്ളിപ്പിടിച്ചിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കെമിക്കലുകൾ ക്ലീൻ ആവുന്നു. ഈ കെമിക്കലുകൾ ക്ലീൻ ആവുകയും ഉള്ളിലുള്ള മോശമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള, നമ്മൾ വിചാരിക്കുന്നത് പോലെ 1, 2, 5, 10 കെമിക്കലുകളല്ല പ്രിയപ്പെട്ടവരെ ഉള്ളത്. നമുക്കിപ്പോ കേൾക്കുമ്പോൾ 1, 2, 3 ഒക്കെ അറിയും, അഡ്രിനാലിൻ, കോർട്ടിസോൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയും. അതൊന്നും അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലക്ഷക്കണക്കിന് കെമിക്കലുകളുണ്ട്. ശാസ്ത്രം എല്ലാം കണ്ടുപിടിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ടുപിടിച്ചതുണ്ട്, കണ്ടുപിടിക്കാത്തതുണ്ട്. അപ്പൊ ലക്ഷോപലക്ഷം കെമിക്കലുകൾ ഉണ്ടാവും. ഓരോ ലിമിറ്റിംഗ് ബിലീവിനും, ഓരോ നെഗറ്റീവ് ബിലീവിനും, ഓരോ സോഫ്റ്റ്വെയറിനും അതുമായി ബന്ധപ്പെട്ട കെമിക്കലുകൾ അള്ളിപ്പിടിച്ചിട്ടുണ്ടാവും. ഈ കെമിക്കലുകളും ഇമോഷനുമായി അഭേദ്യമായ ബന്ധമുണ്ടാവും. അപ്പോ നമ്മൾ ഈ EFT പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ കെമിക്കലുകൾ ഒലിച്ചു പോകും, എനർജി ഫ്ലോ ഫ്രീ ആകും. അതോടുകൂടി അതുമായി ബന്ധപ്പെട്ട വികാരങ്ങളും ഇല്ലാതെയാകും. ആ വികാരങ്ങൾ ഇല്ലാതെയാകുമ്പോൾ യഥാർത്ഥ പ്രകൃതം, സന്തോഷം, ശാന്തി, സമാധാനം, നമ്മൾ ഇച്ഛിക്കുന്ന രൂപത്തിലുള്ള ഒരു ജീവിതം, ഇതാണ്
ഈ EFT കൊണ്ട് സാധ്യമാവുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ രണ്ട് കാര്യം പറയുന്നു. ഈ EFT എന്ന് പറയുന്ന കോഴ്സ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എല്ലാവരും ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അത് എന്തിന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഹാപ്പി പാർക്കിന് ഒരു ട്രെയിനിങ് നടത്താനോ അതിന് വേണ്ടിയിട്ടല്ല. അത് നിങ്ങൾ പഠിക്കണം. ഇപ്പൊ ഞാനിവിടെ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി പറയുകയാണെങ്കിൽ, EFT ചെയ്തതിന് ശേഷം ലൈഫ് മാറിയ ഒത്തിരി ആളുകൾ ഇപ്പോൾ എൻ്റെ ഈ സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമുക്ക് എന്താ പറയാ, 1-2 മണിക്കൂർ പറഞ്ഞാലും തീരാത്ത അത്രയും ആളുകൾ ഫീഡ്ബാക്കുകൾ പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ ആളുകൾ അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുന്നു. എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അവർ ഇത് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം ഓരോ വ്യക്തിയും പഠിച്ചിരിക്കണമെന്നുള്ള സിൻസിയർ ആയിട്ടുള്ള ഒരു എന്താ പറയുക ആഗ്രഹം കൊണ്ടാണ് എല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ചെയ്യണമെന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മള് EFT വെച്ചിട്ടുണ്ട്, അതിന്റെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്, കോഴിക്കോട് വെച്ചിട്ടുണ്ട്, എറണാകുളത്തും വെച്ചിട്ടുണ്ട്. കോഴിക്കോട് ഓൾറെഡി അതിന്റെ സീറ്റൊക്കെ ഇപ്പൊ ഫില്ലാണ്. കാരണം നമ്മൾ വിചാരിച്ച ഹാള് എല്ലാം ഇപ്പൊ ഫുള്ളാണ്. എറണാകുളത്ത് മാത്രമേ ഇനിയിപ്പോ ഒഴിവുള്ളൂ ഈ ഒരു സമയത്ത്. ഇനിയിപ്പോ 1-2 മാസം കഴിഞ്ഞ് വരുമ്പോഴേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതാണ് EFTയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുവാനുള്ളത്. ഈ EFTയുടെ ഹാപ്പി പാർക്ക് ചെയ്യുന്ന മെത്തേഡ് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഒരു 10 മണിക്കൂർ സെഷൻ ഉണ്ടാവും. ഹൈലി നമ്മൾ ഫീഡ്ബാക്ക് പറയിക്കുന്നില്ല, കാരണം നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒത്തിരി ഫീഡ്ബാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ മുമ്പിൽ ഒത്തിരി ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്, ലൈഫ് മാറിയ, അവരൊക്കെ ഹാപ്പിയായി ഒത്തിരി ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അപ്പോ ഒരു സെഷൻസ് EFTയുമായി ബന്ധപ്പെട്ടുണ്ടാവും 10 മണിക്കൂർ. ആ സെഷൻ കഴിഞ്ഞാൽ തന്നെ ഹൈലി എനർജറ്റിക് ആയിരിക്കും. പിന്നെ 1 മാസം കൃത്യമായി EFT പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളെ പരിശീലിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫ് വലിയ മാറ്റം ഉണ്ടാവും, പുരോഗതി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. നിലവിലെ പ്രശ്നങ്ങളൊക്കെ ഉരുകി ഒലിച്ചു പോകും. അങ്ങനെ പോകുമ്പോൾ പിന്നെ ലൈഫ് ലോങ് നിങ്ങൾ സ്വയമായിട്ട് ചെയ്യും. സമാധാനം കിട്ടുമെങ്കിൽ എന്നും ചെയ്യൂലേ പ്രിയപ്പെട്ടത്? ടൈപ്പ് യെസ് ഓർ നോ. നിങ്ങൾക്ക് ലൈഫിൽ പുരോഗതി ഉണ്ടാവുന്നു, ബിസിനസ് മെച്ചപ്പെടുന്നു, നമ്മൾ എന്താ പറയാ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു, അതുപോലെ തന്നെ നല്ല നല്ല ആളുകൾ നമ്മുടെ ജീവിതത്തോട് കടന്നു വരുന്നു, നമ്മുടെ വേദനകൾ മാറുന്നു, സന്തോഷം ഉണ്ടാവുന്നു. പിന്നെ നമ്മളത് ഉപേക്ഷിക്കില്ല. ലൈഫ് ലോങ് ഇത് നമ്മൾ ലൈഫിലെ ഒരു പാർട്ടാക്കി നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ട് EFTയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ച് കേൾക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം പറയാൻ വേണ്ടി പോവാണ്. അപ്പൊ EFTയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം ഞാൻ മറ്റൊരു കാര്യത്തിലൂടെ കിടക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോളൂ. അതിനുശേഷം ഞാൻ മറ്റൊരു കാര്യത്തിലൂടെ കിടക്കാൻ പോവാണ്. ക്ലിയർ അല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? ആകെ മൊത്തം ടോട്ടൽ എന്താണ് EFT എന്തിനു ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു അവയർനെസ് കിട്ടിയോ ഇല്ലേ? യെസ് ഓർ നോ? പ്ലീസ് സേ യെസ് ഓർ നോ. ഓക്കെ. ഒരു ഏകദേശം ഒരു ചിത്രം കിട്ടി. ഗഫൂർ സാർ എന്ത് പറയുന്നു? EFT ചെയ്തതിനു ശേഷം ഗഫൂർ സാർ EFT അന്ന് ചെയ്തതിനു ശേഷം നല്ല മാറ്റമില്ലേ ലൈഫിൽ? യെസ് ഓർ നോ? നല്ല മാറ്റമുണ്ട് സാർ. മനസമാധാനം കൂടിയില്ലേ? ശാന്തി കൂടി, സന്തോഷം കൂടി? യെസ് ഓർ നോ? മനഃശാന്തി, മനസമാധാനം എല്ലാം ഉണ്ട് ഇപ്പോഴും. വെരി ഗുഡ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു 5 ലക്ഷം കൊടുത്തിട്ട് ഒരു ഷോപ്പിൽ പോയിട്ട് ചോദിക്കുകയാണ്, കുറച്ച് സമാധാനം തരാൻ പറ്റുമോ അവർക്ക്? എവിടെങ്കിലും പോയാൽ കിട്ടുന്ന സാധനമാണോ അത്? ശരി. അപ്പൊ ഡൗട്ട്സ് ഒന്നുമില്ല, ഇത് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അതേപോലെ തന്നെ എറണാകുളത്ത് പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഓഫീസിൽ നമ്പറിൽ വിളിക്കാം. ഹലോ സാറേ, ക്ലിയർ ആവുന്നില്ല, മനസ്സിലായില്ല. മാറ്റത്തിന് കിട്ടത് സമാധാനം. ബേസിക് ആണ്. ബേസിക് കഴിഞ്ഞിട്ടാണ് അഡ്വാൻസ് ഉണ്ടാവുള്ളൂ. അഡ്വാൻസും കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് മാസ്റ്റർ ഉണ്ടാവുക. നമ്മള് അല്ലാണ്ട് ടക്കടക്കട പരിപാടിയല്ല കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി പോവാണ്. എല്ലാവരും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഓരോ മനുഷ്യനും EFT ചെയ്യൽ നിർബന്ധമാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോ മനസ്സിലാവില്ലേ? യെസ് ഓർ നോ?
ഓരോ വ്യക്തിയും EFT ചെയ്യൽ അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കേട്ടപ്പോൾ മനസ്സിലാവില്ലേ? യെസ് ഓർ നോ? എല്ലാവരും ടൈപ്പ് ചെയ്യാനല്ലേ? മൈക്ക് തുറന്ന് സംസാരിച്ചോളൂ. എല്ലാവരും ടൈപ്പ് ചെയ്യാണ്. യെസ് ഓർ നോ? പ്ലീസ് സേ യെസ് ഓർ നോ. മൈക്കിലോട് സംസാരിച്ചു. ശരി, എല്ലാവരും ടൈപ്പാണ്. യെസ് 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 യെസ്. ഞാനത് നിങ്ങളെ കൂടെ പറയിപ്പിക്കാണ്. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ EFTയുമായി ബന്ധപ്പെട്ട ഈ സെഷൻ ഇപ്പോ അതിനുശേഷം ഞാനൊരു മറ്റൊരു ഇതിലോട്ട് കിടക്കാൻ പോവാണ്. നമ്മൾ പഠിച്ചു നമ്മുടെ എനർജിയെ ഫ്രീ ആയി ഒഴുക്കുവാനും നമ്മുടെ ഉള്ളിലുള്ള കെമിക്കൽസിനെ കംപ്ലീറ്റ്ലി കളയുവാനും ഇമോഷൻസിനെ ക്ലെൻസ് ചെയ്യുവാനും അതോടുകൂടി ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുവാനും പറ്റുന്ന അതിശക്തമായ ടൂളാണ് EFT എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു ഇതിലോട്ട് നമ്മൾ കിടക്കാൻ പോവാണ്. സോ EFTയുടെ ഈ ഒരു സെഷൻ കേട്ട മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. അടുത്ത ഒരു സെഷനിലൂടെ നമുക്ക് കടക്കാം.